ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന 10th ലെവൽ എക്സാംസിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ അടുത്ത കാലത്ത് 2024 തന്നെ നടന്നിട്ടുള്ള പരീക്ഷകളിലുള്ള ബയോളജിയിലെയും ഫിസിക്സിലെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ അറിയുന്ന ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഏതാണ്? നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യനെ ഒരു വേറെ രീതിയിൽ, പുതിയൊരു രീതിയിൽ ക്വസ്റ്റ്യനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മുടെ ഉറക്കം, നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എണീക്കുക, ആ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ബോഡി ക്ലോക്ക് അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ഗ്രന്ഥി ഏതാണ്? അത് പീനിയൽ ഗ്രന്ഥിയാണ്. ഏതാണ്? പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി. നമ്മൾ ഏതൊരു കാര്യം, ഇപ്പോൾ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് സമയം നോക്കാതെ തന്നെ 1 മണിയാകുമ്പോൾ തന്നെ വിശക്കും അല്ലേ. അതേപോലെ രാവിലെ 5 മണിക്ക് ഉണരുന്ന ഒരാൾക്ക് അലാറത്തിന്റെ ഒന്നും ആവശ്യമില്ല, കറക്റ്റ് 5 മണിയാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉണരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ 11 മണിക്ക് രാത്രി ഉറങ്ങുന്ന ഒരാൾക്ക് കറക്റ്റ് 11 മണിയാകുമ്പോൾ ഉറക്കം തനിയെ വരും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഒരു ക്ലോക്ക് പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ദിനചര്യകളെ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു റിഥം അല്ലെങ്കിൽ ഒരു താളക്രമം കറക്റ്റ് ആയിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഇത്? പീനിയൽ ഗ്രന്ഥി. ഓക്കെ, പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഗ്രന്ഥി അറിയപ്പെടുന്നു. ഇനി ഇത് എവിടെയാണ് കാണുന്നത്? പീനിയൽ ഗ്രന്ഥി കാണുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഏത്? പീനിയൽ ഗ്രന്ഥി. ഇനി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ട്. അതേതാണ്? പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ, അതിന്റെ പേരാണ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ. ഓക്കെ, മെലാട്ടോണിൻ. ഈ മെലാട്ടോണിൻ ആണ് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ. അതും PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ മെലാട്ടോണിൻ ആണ്. പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാം. ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ബോഡി ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പീനിയൽ ഗ്രന്ഥി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ്? വിറ്റാമിൻ ബി ആണ് അല്ലെ. വിറ്റാമിൻ ബി. ഈ വിറ്റാമിൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പം അവിടെ ഓപ്ഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വിറ്റാമിൻ ബി എന്ന് ആലോചിച്ചുകൊണ്ട് ഓപ്ഷൻ ബി പോയി സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന വിറ്റാമിൻ സി ആണ് അല്ലേ. അപ്പൊ വിറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ABCD ഓപ്ഷൻസ് കൂടെ കറക്റ്റ് ആയിട്ട് നോക്കി ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ എഴുതാൻ വേണ്ടി പാടുള്ളൂ. നമുക്കറിയാം, സങ്കീർണമായ വിറ്റാമിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ആണ്. അതായത് കുറേ വിറ്റാമിനുകളുടെ ഒരു ഗ്രൂപ്പാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വിറ്റാമിൻ ബി എന്ന് പറയുന്നത് അല്ലെ. B1 ഉണ്ട്, B2, B3, B5, B6, B7, B9, B12 ഇങ്ങനെ പല 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 വെറൈറ്റീസ് ഈ ഒരു ബി വിറ്റാമിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർണമായ വിറ്റാമിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ആണ്. ഇപ്പൊ നിയാസിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബിയിൽ, ബി കോംപ്ലക്സിൽ വരുന്ന ഒരു സാധനമാണ്. B3 ആണ് ഇതെന്ന് പറയുന്നത് നിയാസിൻ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 ആണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് ഒന്ന് ഓർമ്മിച്ചു പോകാം. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് അത് B2 ആണ് അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. ഇനി വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാ? വൈറ്റമിൻ എച്ച് അത് B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ്. ഓക്കെ, ബയോട്ടിൻ ആണ്. ഓർമ്മിച്ച് വെച്ചിരിക്കണേ. പിന്നെ ഈ ഒരു ബിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിന്റെ അപര്യാപ്തതയാണ്
മാരകമായ വിളർച്ചയ്ക്ക് കാരണമാകുന്നത്. മാരകമായ വിളർച്ച അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. B12ന്റെ കുറവാണ്, വിറ്റാമിൻ B12ന്റെ കുറവാണ് മാരകമായ വിളർച്ച അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നിയാസിൻ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ബി ആണ്. നെക്സ്റ്റ്, ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? എന്താണ് ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം? നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻസർ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വാരിസെല്ല സോസ്റ്റർ. ഓക്കെ, അപ്പൊ ചിക്കൻ പോക്സ്, ചിക്കന്റെ വാരിയെല്ലിന്റെ റോസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. ചിക്കന്റെ വാരിയെല്ല്. ഓക്കെ, നമുക്ക് വെറുതെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചിക്കന്റെ വാരിയെല്ലിന്റെ റോസ്റ്റ് എന്ന് ആലോചിക്കാം. ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ. അങ്ങനെയാണെങ്കിൽ വസൂരിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? വസൂരി എന്ന് പറഞ്ഞാൽ സ്മാൾ പോക്സ് ആണ്. അത് വാരിയോളയാണ് കേട്ടോ. അത് വാരിയോള വൈറസ് ആണ്. ചിക്കൻ പോക്സ് ആണെങ്കിൽ വാരിസെല്ല എല്ല് എന്ന് ആലോചിക്കാം കേട്ടോ. വാരിസെല്ല വാരിയെല്ല് എന്ന് തന്നെ ആലോചിക്കാൻ പറ്റും. ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ ആണ്. സ്മാൾ പോക്സ് അല്ലെങ്കിൽ വസൂരി ആണെങ്കിൽ വാരിയോള വൈറസ് ആണ്. ഓക്കെ, വാരിയോള വൈറസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കാം. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം അല്ലെ, നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മറ്റു ധാന്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പോഷക ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം? നോക്കൂ, ഊർജം നൽകുക, പേശികൾ നിർമ്മിക്കുക, ശരീര താപനില നിയന്ത്രിക്കുക, തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക. ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ഊർജം നൽകുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ഫ്യുവലായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ധനമായിട്ട് പ്രവർത്തിക്കുന്ന പോഷക ഘടകമാണ് ഇത്? കാർബോഹൈഡ്രേറ്റ്. ഇന്ധനമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ധാന്യകം എന്ന് പറയുന്നത് ഏതിലൊക്കെ കാണും? ധാന്യകം ഏതിലൊക്കെ കാണും? നമ്മുടെ ധാന്യങ്ങൾ, അരി, ഗോതമ്പ് മുതലായ ധാന്യങ്ങളിലും, അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, നമ്മുടെ മരച്ചീനി എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഊർജം നൽകുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. ഇനി ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? ശരീര നിർമ്മിതി, ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്നത് ആരാണ്? ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്നത് അത് പ്രോട്ടീൻ ആണ് അല്ലെങ്കിൽ മാംസ്യമാണ്. ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്ന ആരാണ്? പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യമാണ്. ശരീര നിർമ്മിതി, നമ്മുടെ ശരീരത്തിനെ വളരാൻ വേണ്ടി, ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് പ്രോട്ടീൻ ആണ്. ഇനി ചില ആൾക്കാർ ഈ അരിഭക്ഷണം അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കില്ല അല്ലെ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ കഴിക്കില്ല. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഊർജ്ജം കിട്ടുക? അവർക്ക് ഡെയിലി ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ആ ഒരു ഊർജ്ജം എവിടെ നിന്ന് കിട്ടും? ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ബോഡി ഏതിൽ നിന്ന് എടുക്കും? പ്രോട്ടീനിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കും. അതായത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ലഭ്യമാകാത്ത അവസരത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്നാണ് അല്ലെങ്കിൽ മാംസ്യത്തിൽ നിന്നാണ്. ഓക്കെ, മാംസ്യത്തിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ കാർബോഹൈഡ്രേറ്റ്, മാംസ്യം ഓർമ്മിച്ചു വെക്കണം. ഇനി ഒരു കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് എന്താണെന്നറിയോ? പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ, ഒരു കോശത്തിലെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. മാംസ്യ സംശ്ലേഷണ കേന്ദ്രം ഏതാണ്? ഒരു കോശത്തിൽ നമ്മുടെ ശരീരത്തിൽ മാംസ്യം ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സ്ഥലം ഏതാണ്? റൈബോസോമുകളാണ്. ഏതാണ്? റൈബോസോമുകളാണ് മാംസ്യം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. റൈബോസോമുകൾ, മാംസ്യ സംശ്ലേഷണം നടക്കുന്നത് റൈബോസോമുകളിൽ വെച്ചാണ്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3R തത്വത്തിന്റെ ശരിയായ ക്രമം എന്താണ്? ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് 3R മെത്തേഡ് ഉണ്ട്. നേരത്തെ നമ്മൾ 4R മെത്തേഡ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് അതിന്റെ മാറ്റി നമ്മൾ 3R മെത്തേഡിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ SCERT ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ്. അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏത്? കണ്ടോ, അപ്പൊ നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലും 3 Rകൾ പഠിച്ചു വെച്ചാൽ പോരാ, അതിന്റെ കറക്റ്റ് ഓർഡർ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. പുതിയ SCERT എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏത്? എന്താണ് 3R? 3R എന്താണ്? 3R റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ആദ്യം ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. അതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത്. റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. പിന്നെ റീയൂസ് ചെയ്യുക. നമ്മൾ ഉപയോഗിച്ചതിനെ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. വീണ്ടും വീണ്ടും അത് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ദെൻ റീസൈക്കിൾ ചെയ്യുക, പുനഃചംക്രമണം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റീസൈക്കിൾ ചെയ്ത് മറ്റു രൂപങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം, ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാ കേട്ടോ, ഈ എയും ബിയും സിയും മൂന്നിനകത്തും ഈ പറയുന്ന 3 വാക്കുകൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്റെ ഓർഡർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഓർഡറിന് പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. റെഡ്യൂസ്, കുറയ്ക്കുക. കുറയ്ക്കുക ആദ്യം വരുന്നുണ്ടോ നോക്കൂ, ഉണ്ട് കേട്ടോ, കുറയ്ക്കുക. റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക. റീസൈക്കിൾ, റീസൈക്കിൾ ചെയ്യുക. കണ്ടോ? അപ്പൊ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്തത്, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. എല്ലുകൾ, എല്ലുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? അസ്ഥികൾ അല്ലേ? അസ്ഥികളാണ്. എല്ലുകൾ എന്ന് പറഞ്ഞാൽ അസ്ഥികളാണ്, അസ്ഥികൾ. അപ്പൊ അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാണ്? അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? ഏതാണ് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ലിഗമെന്റുകളാണ്, സ്നായുക്കളാണ്. പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ക്ലാസ്സിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണ്. സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് ആണ് അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ് അല്ലെങ്കിൽ ടെൻഡൻസ് ആണ്. ടെൻഡനുകൾ അല്ലെങ്കിൽ ടെൻഡൻസ് ആണ് അസ്ഥികളെയും പേശികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസ്ഥിക്ക് പിടിച്ച പ്രണയം നമ്മൾ കേൾക്കാറില്ലേ? അസ്ഥിക്ക് പിടിച്ച പ്രണയം, ആ പ്രണയത്തെ മാറ്റി നമ്മൾ സ്നേഹമാക്കുന്നു. അസ്ഥിക്ക് പിടിച്ച സ്നേഹം. അപ്പൊ അസ്ഥിയും സ്നേഹം, സ്നായു കിട്ടില്ലേ? അസ്ഥിക്ക് പിടിച്ച സ്നേഹമാണ്. അപ്പൊ അസ്ഥിയും സ്നേഹമാണ്, സ്നായുവാണ്, ലവ് ആണ്, ലിഗമെന്റ് ആണെന്ന് ആലോചിക്കണം. ലിഗമെന്റ്, ലവ്, ലിഗമെന്റ്. അപ്പൊ അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? ലിഗമെന്റ്സ് ആണ് അല്ലെങ്കിൽ സ്നായുക്കളാണ്. അസ്ഥിയെയും പേശിയെയും, ബോണിനെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളെയും മസിൽസിനെയും പേശികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ് ആണ്. ഓക്കെ, ടെൻഡനുകളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തില് കോശങ്ങൾ തുടരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിഭജിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അങ്ങനെ വിഭജിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്കൊരു മുറിവോ ചതവോ ഒക്കെ പറ്റി കുറച്ച് കോശങ്ങളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ പുതിയ കോശങ്ങൾ ഉണ്ടായി ആ മുറിവ് മേക്കപ്പ് ആകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കോശ വിഭജനം നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കോശ വിഭജനം കറക്റ്റ് ആയിട്ട് ഒരു കൺട്രോളുള്ള, ഒരു നിയന്ത്രണമുള്ള ഒരു പ്രവർത്തനമാണ്. എപ്പോഴെങ്കിലും ഈ കോശ വിഭജനത്തിലെ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച് കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് പെരുകിയാൽ, അൺകൺട്രോൾഡ് ആയിട്ട് കോശങ്ങൾ വളരാൻ തുടങ്ങിയാൽ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ക്യാൻസർ അല്ലെങ്കിൽ അർബുദം അല്ലെ? ക്യാൻസർ അല്ലെങ്കിൽ അർബുദമാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ. ഓങ്കോളജി. ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനം അറിയപ്പെടുന്ന പേര് ഓങ്കോളജി എന്നാണ്. ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അറിയപ്പെടുന്ന പേരെന്താണ്? ഓങ്കോളജിസ്റ്റ്. ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഏതാണ്? ഓങ്കോളജിസ്റ്റ് ആണ്. ഇനി പാപ് സ്മിയർ ടെസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പാപ് സ്മിയർ ടെസ്റ്റ് എവിടെയുള്ള ക്യാൻസർ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിശോധനയാണ് പാപ് സ്മിയർ ടെസ്റ്റ്. പാപ് സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗർഭാശയമുഖ അർബുദമാണ്. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയും. ഗർഭാശയമുഖ അർബുദം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണ് ഏത്? പാപ് സ്മിയർ ടെസ്റ്റ്. ദെൻ മാമോഗ്രഫി എവിടത്തെ ക്യാൻസർ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ് മാമോഗ്രഫി. അത് സ്തനാർബുദമാണ്. സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ മനസ്സിലാക്കാനുള്ളതാണ് ഏത്? മാമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, മാമോഗ്രഫി. ക്യാൻസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരിശോധനയുടെ പേര് എന്താന്ന് ചോദിച്ചാൽ ബയോപ്സി ആണ്.
ബയോപ്സി. ജീവനുള്ള കോശത്തിലാണ് നമ്മൾ ബയോപ്സി ചെയ്യുക. ഒരു ജീവനുള്ള ഒരു ലിവിങ് സെല്ലിലാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്. ബയോപ്സി ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രാഥമികമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബയോപ്സി ടെസ്റ്റ് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 4 എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. നെക്സ്റ്റ്, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അതിന്റെ വാല്യൂ 9.8 m/s² ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇതിന്റെ കൂടിയ വില എവിടെയാണ് അനുഭവപ്പെടുന്നത്? നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ഭൂമി ഒരു കറക്റ്റ് സ്പിയർ അല്ല എന്നറിയാം. എർത്ത് അല്ലെങ്കിൽ ഭൂമി ഒരു സ്പിയർ ആയിട്ടല്ല ഇരിക്കുന്നത്, ഈ ഒരു ഷേപ്പിലാണ്, ജിയോയിഡ് എന്ന് പറയുന്ന ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ഭൂമിയുടെ ആകൃതിക്കനുസരിച്ച് ഈ ഒരു ത്വരണത്തിന്റെ ജിയുടെ വാല്യൂ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ പ്രതലത്തില് എല്ലായിടത്തും ഒരുപോലെ അല്ല ജിയുടെ വാല്യൂ. ഭൂമിയുടെ പ്രതലത്തിൽ ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ. ഭൂമധ്യരേഖയിലായിരിക്കും ജിയുടെ വാല്യൂ ഏറ്റവും കുറവ്. ധ്രുവപ്രദേശത്ത് ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതലും ഭൂമധ്യരേഖയിൽ ജിയുടെ വാല്യൂ ഏറ്റവും കുറവും ആയിരിക്കും. ഓക്കെ അല്ലെ? ഇനി ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പം കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിലാണ് അല്ലെ? ധ്രുവങ്ങളിലെ ജിയുടെ വാല്യൂ 9.83 m/s² ആണ്. ഭൂമധ്യരേഖയിലാണെങ്കിൽ 9.78 m/s² ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിലാണെങ്കിൽ G = 0 ആണ്. ഓക്കെ, 0 ആണ്. ഏറ്റവും കൂടുതൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാന്ന് നിങ്ങളോട് ചോദിച്ചാൽ അത് വ്യാഴമാണെന്ന് ഓർമ്മിക്കുക. ജിയുടെ മൂല്യം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. ഓക്കെ, വ്യാഴമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? എല്ലാവർക്കും അറിയുന്നതാണ്, PSC എപ്പോഴും ചോദിക്കുന്നതാണ്. വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ആണ് അല്ലെ? സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണത്തിലൂടെയാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്ന താപപ്രേഷണ രീതി വികിരണമാണ്. ഓക്കെ, വികിരണമാണ്. ഓക്കെ അല്ലെ? പിന്നെ ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാ? ചാലനം. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചാലനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ചോദിച്ചാൽ സംവഹനം. ജലം തിളയ്ക്കുന്നത് ഏത് താപപ്രേഷണ രീതിയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അത് സംവഹനമാണ്. അതേപോലെ തന്നെ കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവയ്ക്ക് കാരണം എന്ത് എന്ന് ചോദിച്ചാലും സംവഹനമാണ്. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവയ്ക്ക് കാരണവും സംവഹനം ആണ്. ഓർമ്മിച്ചു വെക്കുക. പിന്നെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റത്തിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റത്തിലൂടെ തന്മാത്ര ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യഥാർത്ഥത്തിൽ പോകുന്നുണ്ട് സംവഹനത്തിൽ. അപ്പൊ പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റത്തിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? സംവഹനം. ഓക്കെ, സംവഹനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യന്റെ ശ്രവണ പരിധി എപ്പോഴും എത്ര വട്ടം ചോദിച്ചാലും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ന് എഴുതാം അല്ലെ? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ന് എഴുതാം. ഓക്കെ, 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേരെന്താണ്? 20 ഹെർട്സിനേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് ഇൻഫ്രാസോണിക് ശബ്ദം, ഇൻഫ്രാസോണിക് സൗണ്ട്. 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേരെന്താണ്? അൾട്രാസോണിക് ശബ്ദം. ഓക്കെ, 20 കിലോ ഹെർട്സിനേക്കാൾ അല്ലെങ്കിൽ 20,000 ഹെർട്സിനേക്കാൾ കൂടിയ ആവൃത്തിയിലുള്ള ശബ്ദം എന്താണ്? അൾട്രാസോണിക് ശബ്ദമാണ്. വവ്വാലുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അൾട്രാസോണിക് ശബ്ദമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതേപോലെ സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാന്ന് ചോദിച്ചാൽ അതും അൾട്രാസോണിക് ആണ്. സോണാറിൽ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് ആണ്. ഓക്കെ, പിന്നെ പ്രാവ്, ആന,
മുതലായ ജീവികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ശബ്ദം ഇൻഫ്രാസോണിക്. പ്രാവ്, ആന മുതലായ ജീവികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ശബ്ദം ഏതാണ്? ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന തരംഗം ഏതാണ്? ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന തരംഗം ഇൻഫ്രാസോണിക് തരംഗമാണ്. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇപ്പൊ നടന്നൊരു പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? മൈക്കൽ ഫാരഡേ ആണ്. ഓക്കെ, മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. മൈക്കൽ ഫാരഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്ന പേരെന്താണ്? ഇപ്പൊ നമുക്ക് കോൺവെക്സും കോൺകേവും ഒക്കെ ദർപ്പണങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഈ കോൺവെക്സും കോൺകേവും ദർപ്പണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ പ്രതിപതന തലം എന്ന് പറയുന്നത്. ഈ പ്രതിപദിക്കുന്ന ആ ഒരു പ്രതലം, അതാണ് അതിന്റെ പ്രതിപതന തലം. ഇനി കോൺവെക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിപതന തലം ഇതാണ്. ഈ പ്രതിപതന തലത്തിന്റെ കറക്റ്റ് മധ്യബിന്ദു, ഇതിന്റെ ഈ കറക്റ്റ് മിഡ് പോയിന്റ് ഇല്ലേ, മധ്യബിന്ദു ഇല്ലേ? ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പോൾ. പോൾ എന്ന് വിളിക്കും. പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്ന പേരാണ് പോൾ. ഓക്കെ, ഇനി ഈ ഒരു ദർപ്പണത്തിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഗോളം കിട്ടുമല്ലോ, എനിക്കൊരു സ്പിയർ കിട്ടുമല്ലോ. ഈ ഒരു കോൺകേവ് എക്സിനെ ആണെങ്കിലും കോൺകേവിനെ ആണെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്താൽ എനിക്കൊരു സ്പിയർ അല്ലെങ്കിൽ ഒരു ഗോളം കിട്ടും അല്ലെ? ആ ഗോളത്തിന്റെ കേന്ദ്രത്തിനെ എന്താണ് വിളിക്കുക? ആ ഗോളത്തിന്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രം. ഓക്കെ, വക്രതാ കേന്ദ്രം. അതായത് ഇപ്പൊ നമുക്ക് കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും ഏതാണെങ്കിലും ശരി. ഇപ്പൊ ഇത് ഏതാണ്? ഇത് കോൺകേവ് ആണ് അല്ലെ? ഈ കോൺകേവിനെ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഗോളം കിട്ടുമല്ലോ. ഈ ഗോളത്തിന്റെ കേന്ദ്രത്തിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഈ ഒരു ദർപ്പണത്തിന്റെ വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സി എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. ഓക്കെ, പോൾ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർമ്മിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഏതിലാണെങ്കിലും അങ്ങനെ തന്നെ, കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും സെയിം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്ഷാസ്തികോണവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. PSC വന്നൊരു അബദ്ധമാണല്ലേ? ചിത്രീകരണം നിരീക്ഷിച്ച് നമ്മള് ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് അതേപോലെ എടുത്തപ്പോൾ ആ സെയിം ആയിട്ട് ചിത്രീകരണം നിരീക്ഷിച്ച് എന്നുള്ളൊരു വേർഡും കൂടെ അതിനകത്ത് വന്നു. ഇവിടെ ചിത്രീകരണം ഒന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിൽ നിന്ന് എടുത്ത ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് അതിലുള്ള ആ സെന്റൻസ് അങ്ങനെ ഇങ്ങോട്ട് വന്നത്. നമ്മളിത് പല ക്ലാസ്സുകളിലും നമ്മുടെ യൂട്യൂബിൽ തന്നെ സെലമീസഡി ചാനലിൽ തന്നെ 10th പ്രിലിംസിന്റെ കുറെ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെയും എല്ലാ അസ്ഥികളുടെയും പേര് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാരിയെല്ലുകൾ 24 അസ്ഥികൾ. ശരിയാണോ? യെസ്, കറക്റ്റ് ആണ്. വാരിയെല്ലുകളിൽ 24 അസ്ഥികളാണ്, അല്ലെങ്കിൽ 12 ജോഡിയാണ് വാരിയെല്ലുകൾ ഉള്ളത്. നട്ടെല്ലിൽ ഒരു അസ്ഥിയാന്ന് പറയുന്നു. തെറ്റ്. നട്ടെല്ലിൽ 33 കശേരുക്കളുണ്ട്. ഈ നട്ടെല്ലിൽ കാണുന്ന അസ്ഥികളെയാണ് നമ്മൾ കശേരുക്കൾ എന്ന് വിളിക്കുന്നത് അല്ലെ? കശേരുക്കൾ എന്ന് വിളിക്കും. ഒരു കുഞ്ഞിന്റെ ശരീരത്തിലെ നട്ടെല്ലിലാണെങ്കിൽ 33 കശേരുകളുണ്ട്. ഒരു മുതിർന്ന ആളിന്റെ ശരീരത്തിലാണെങ്കിലെന്നുണ്ടെങ്കിൽ ഒരു 26 കശേരുകളായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് എണ്ണി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നട്ടെല്ലിലെ അസ്ഥികൾ ഒരെണ്ണമല്ല, 33 കശേരുക്കൾ അല്ലെങ്കിൽ 33 അസ്ഥികൾ നട്ടെല്ലിലുണ്ട്. മാറല്ല് 4 അസ്ഥി എന്ന് പറയുന്നത് തെറ്റാണ്. മാറല്ലിൽ ആകെ ഒരേ ഒരു അസ്ഥി മാത്രമേ ഉള്ളൂ, ബ്രസ്റ്റ് ബോൺ. മാറല്ല് സ്റ്റേണം എന്ന പേരിലാണ് മാറല്ല് അറിയപ്പെടുന്നത്. സ്റ്റേണം എന്ന പേരിലാണ്. തലയോടിൽ 39 അസ്ഥി ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റാണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 22 അസ്ഥികളാണ് തലയോട്ടിയിലുള്ളത്. 22 അസ്ഥികളാണ്. തലയിൽ മൊത്തത്തിൽ എത്ര അസ്ഥി ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 29 അപ്പൊ അത് രണ്ടും അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, 39 കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? വാരിയെല്ലുകൾ 24 അസ്ഥികൾ അല്ലെങ്കിൽ 12 ജോഡി. 24 അസ്ഥികൾ അല്ലെങ്കിൽ 12 ജോഡി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഏതാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരം? പ്ലൂറയാണ് അല്ലേ? ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരം പ്ലൂറയാണ്. അങ്ങനെയാണെങ്കിൽ മെനിഞ്ചസ് എന്തിൻ്റെതാണ്? മെനിഞ്ചസ് മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം സുഷുമ്ന എന്നിവയുടെ ആവരണമാണ് ഏത്? മെനിഞ്ചസ്. ഓക്കെ, മെനിഞ്ചസിന് 3 പാളിയാണുള്ളത്. മെനിഞ്ചസിന് എത്ര പാളി? 3 പാളി. പെരികാർഡിയം എന്താണ്? പെരികാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തിന്റെ ആവരണമാണ് പെരികാർഡിയം. 2 അറയാണ് പെരികാർഡിയത്തിനുള്ളത്. 2 പാളിയാണ് പെരികാർഡിയത്തിന് ഉള്ളത്.
ഓക്കെ അല്ലേ? അപ്പൊ ശ്വാസകോശമാണെങ്കിൽ പ്ലൂറയാണ്. ഓക്കെ, ഇനി മൈലീൻ ഷീത്ത്. മൈലീൻ ഷീത്ത് ആരുടേതാണ്? മൈലീൻ ഷീത്ത്. മൈലീൻ ഷീത്ത് ആരുടെ ആവരണം എന്ന് ചോദിച്ചാൽ നാഡീകോശത്തിന്റെ ആവരണമാണ് മൈലീൻ ഷീത്ത്. നാഡീകോശത്തിന്റെ ആവരണമാണ് മൈലീൻ ഷീത്ത്. ടോണോപ്ലാസ്റ്റ് ആരുടെ ആവരണം? ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് ഫേനം അല്ലെങ്കിൽ വാക്യൂളിന്റെ ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. ഫേനം അല്ലെങ്കിൽ വാക്യൂളിന്റെ ആവരണമാണ് ഏത്? ടോണോപ്ലാസ്റ്റ്. ഫേനം അല്ലെങ്കിൽ വാക്യൂളിന്റെ ആവരണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു, ഓർമ്മിച്ച് വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ നാഡികളിലുള്ള, നമ്മുടെ സാധാരണ നാഡികളിലുള്ള മൈലീൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത്, നാഡികളിലുള്ള മൈലീൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് കോശങ്ങളെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ ശ്വാൻ കോശങ്ങളെ കൊണ്ടാണ്. ശ്വാൻ കോശങ്ങളെ കൊണ്ടാണ്. എന്നാൽ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലുള്ള മൈലീൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകതരം കോശത്തെ കൊണ്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏത് കോശമാണത്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലുള്ള മൈലീൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ടാണ്. നമ്മുടെ സാധാരണ നാഡികളിലുള്ള മൈലീൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ശ്വാൻ കോശങ്ങളെ കൊണ്ടാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് യൂണിറ്റ്? ഫെർമി, ആങ്സ്ട്രം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്, എല്ലാം സമയത്തിന്റെ യൂണിറ്റുകളാണ്. 1, 2, 3 ദൂരത്തിന്റെ യൂണിറ്റ്, 4 സമയത്തിന്റെ യൂണിറ്റുമാണ്. 2, 3 ദൂരത്തിന്റെ യൂണിറ്റും 1, 4 സമയത്തിന്റെ യൂണിറ്റുമാണ്. ഇത് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനത്തെ രീതിയിൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ പല ആൾക്കാരിലും ഉണ്ടാകും. അതായത് ഫെർമിയും അസ്ട്രോണമിക്കൽ യൂണിറ്റും ആങ്സ്ട്രവും നമുക്ക് സംശയമില്ല, ഇതെല്ലാം ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ യൂണിറ്റ്സ് ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് നീളത്തിന്റെ യൂണിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എല്ലാം തന്നെ ദൂരത്തിന്റെ യൂണിറ്റ് ആയിട്ടും പറയാം കേട്ടോ. നീളം എന്ന് പറഞ്ഞാലും ദൂരം എന്ന് പറഞ്ഞാലും 2 പോയിന്റ്സിനിടയിലുള്ള ആ ഒരു അകലമാണ് നമ്മൾ അളക്കുന്നത് അല്ലെ. നീളം എന്ന് പറഞ്ഞാലും ദൂരം എന്ന് പറഞ്ഞാലും അപ്പൊ രണ്ടും നമുക്ക് പറയാം. നീളത്തിന്റെ യൂണിറ്റ് എന്നും പറയാം, ദൂരത്തിന്റെ യൂണിറ്റ് എന്നും പറയാം, ഒരു പ്രശ്നമില്ല. പ്രകാശവർഷം എന്തിന്റെ യൂണിറ്റ് ആണ്? പെട്ടെന്ന് പ്രകാശവർഷം എന്നൊക്കെ കാണുമ്പോൾ സമയത്തിന്റെ യൂണിറ്റ് ആയിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണിത്. എന്ത്? പ്രകാശവർഷം എന്തിന്റെ യൂണിറ്റ് ആണെന്നുള്ളത്. എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ തന്നെ യൂണിറ്റ് ആണ് പ്രകാശവർഷം അല്ലെ. ദൂരത്തിന്റെ തന്നെ യൂണിറ്റ് അല്ലേ പ്രകാശവർഷം? ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പ്രകാശവർഷം എന്തിന്റെ യൂണിറ്റ് ആണെന്നുള്ളത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. അപ്പൊ ഈ പറയുന്നത് ഫെർമി ആയിക്കോട്ടെ, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിക്കോട്ടെ, ആങ്സ്ട്രം ആയിക്കോട്ടെ, പ്രകാശവർഷം ആയിക്കോട്ടെ, വേറെയുണ്ടല്ലോ പെർസെക്ക് അല്ലെ, പെർസെക്ക്, പാരലാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പെർസെക്ക്, അതുമൊക്കെ ദൂരത്തിന്റെ തന്നെ യൂണിറ്റുകളാണ്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് 15-ൽ എത്ര മാർക്ക്, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പറ്റുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യുക, എത്ര മാർക്കൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതൊന്ന് കമന്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒരുപാട് അതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷകൾ 10th ലെവൽ പ്രിലിംസിൽ മുന്നേ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്, എല്ലാം നിങ്ങൾ കാണുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.